എൻ്റെ അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരുത്തല്ലേ പഠിച്ചോനെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അത് നിങ്ങളൊന്ന് നോക്ക്, എൻ്റെ ടി വിയിലേക്ക് മോണോപോളി രാവിലെ ഒരു യൂട്യൂബ് കണ്ട് ചില്ലടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫുള്ള് കിഡ്സ് വീഡിയോ. മൂഡ് പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ എന്താ പറ്റിയെന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം തന്നെ നെഗറ്റീവ് പറയാൻ പാടില്ല എന്നാണല്ലോ ശാസ്ത്രം. രാവിലെ എഴുന്നേറ്റ് ഒരു പടല പഴം അങ്ങോട്ട് കയറ്റി, അത് കഴിഞ്ഞിട്ട് 2 ദോശ, ദേ ഇപ്പോൾ ബിരിയാണി. ഈ ബിരിയാണിയുടെ പകുതി കഴിക്കാൻ എനിക്ക് നോർമലി പറ്റാറുള്ളൂ. ഇന്ന് എനിക്കറിയില്ലേ, ഞാൻ ഫുള്ള് ബിരിയാണി ഇരുന്നിട്ട് അങ്ങോട്ട് കയറ്റി. ഈ ബിരിയാണിക്കകത്ത് ചിക്കൻ പീസ് പോലും ഇല്ല, ചുമ്മാ റൈസ്, കാർബോഹൈഡ്രേറ്റ്സ് എന്തിനോ വേണ്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബൂബേ ടീ, മാച്ച ഫ്ലേവർ, ഹെൽത്തി അല്ലേ, അതിരിക്കട്ടെ എന്നിട്ട് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും അങ്ങോട്ട് മൂഡ് ശരിയാവില്ല. ഇവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ കിടക്കുന്നു, അങ്ങോട്ട് പോകണു, ഇങ്ങോട്ട് പോകണു. അങ്ങനെ എൻ്റെ മക്കളെ, എൻ്റെ ദിവസത്തിൻ്റെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഡോക്ടർ സ്ലീപ്പിംഗ് ഡിസോർഡർ നോക്കിയാവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൊരു മെഡിസിൻ തന്നു. കണ്ണിനൊക്കെ ആകെ മങ്ങൽ, കിളി പോയൊരവസ്ഥ, ഉറക്കം. ഇത്രയും നാൾ ഉറങ്ങാത്ത ഉറക്കം മുഴുവൻ ഞാൻ ഉറങ്ങി തീർത്തുകൊണ്ടിരിക്കുക. ഒന്ന് കുളിച്ചാൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടൊന്ന് കുളിച്ച് നമ്മളെക്കാട്ടിലും വലിയൊരു ടീഷർട്ടും എടുത്തിട്ട് ഞാനൊന്ന് സ്റ്റില്ലാവാൻ വേണ്ടി നോക്കി. നടക്കണില്ലേ. എൻജിൻ പണിമുടക്കും എന്ന് നമുക്ക് തോന്നുമ്പോൾ ലീവ് എടുത്തില്ലെങ്കിൽ നമ്മളുടെ എൻജിൻ അടിപൊളിയാകും. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ.